Good afternoon. Good afternoon. Good afternoon. Okay, നമ്മുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നത് അല്ലെ? എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? ട്രെയിനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി, ട്രെയിനിങ് മെത്തേഡ്സും കംപ്ലീറ്റ് ആയി അല്ലെ? ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ ഓക്കെ, ഇപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് തുടങ്ങിയാണ് എടുക്കുന്നത്. ഇപ്പോ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, നമ്മുടെ ട്രെയിനിങ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട മെത്തേഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇപ്പോ ട്രെയിനിങ് എന്താണ്, അതിൽ പ്രധാനപ്പെട്ട ട്രെയിനിങ്ങും ഒരു ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിലെ ട്രെയിനിങ് എന്താണെന്ന് ഇവിടെയുള്ള ഭാഗത്തെ കുറച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നില്ലേ ട്രെയിനിങ്? പറഞ്ഞിരുന്നില്ലേ മിസ്? ഫിനിഷ് ഓക്കെ ഓക്കെ. ഇപ്പൊ ട്രെയിനിങ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡെവലപ്മെന്റ് അല്ലെ? ഡെവലപ്മെന്റ് തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാലും ജസ്റ്റ് എന്താണ്, നമ്മൾ ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ടായിരുന്നു മിസ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാലും ശരിക്കും ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു പർട്ടിക്കുലർ ജോബ് അവർ ചെയ്യുന്ന കറന്റ് ജോബുമായി ബന്ധപ്പെട്ടുള്ള നോളജും സ്കില്ലും ആണ് വർദ്ധിപ്പിക്കേണ്ടത്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഓവറോൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. അവരുടെ മൊത്തത്തിലുള്ള ആ ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള ഗ്രോത്ത്, മൊത്തത്തിലുള്ള ഒരു വളർച്ച, സ്കില്ല്, നോളജ് ഒക്കെ വർദ്ധിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഡെവലപ്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ നോക്കി, ഡെവലപ്മെന്റ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. ഫസ്റ്റ് സെന്റൻസ്, ഡെവലപ്മെന്റ് refers to an information process which mainly helps in understanding about the overall growth and improvement of the skills of the employees. ഇവിടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇതൊരു ഇൻഫർമേഷൻ പ്രോസസ് ആണ്. ഇൻഫർമേഷൻസ് നൽകുന്ന ഒരു പ്രക്രിയയാണ്. ഇതിലൂടെ എന്തിനു സഹായിക്കുന്നു? ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ സ്കിൽസ് ഓഫ് ദ എംപ്ലോയി. അവിടുത്തെ ഓരോ എംപ്ലോയീസിന്റെയും മൊത്തത്തിലുള്ള അല്ലെ ഓവറോൾ ആയിട്ടുള്ള വളർച്ചയും അതുപോലെ സ്കിൽസും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഇൻഫർമേഷൻ പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. So simply we can say it is a process of learning and growth. ഇതിലൂടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തെന്ന് പറയാം, ഇത് നമുക്ക് എന്തിലൂടെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ആണ്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിരുന്നേ. സെക്കൻഡ് പോയിന്റിൽ എന്താ പറഞ്ഞത്? പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. നമ്മൾ അതിലൂടെ പഠിക്കുന്നുണ്ടോ? നമ്മുടെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ പഠനങ്ങൾ നടത്തുന്നു, അതിലൂടെ നമ്മളുടെ വളർച്ച നടത്തുന്നു. അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. ആ ഒരു ലേണിംഗ് ആൻഡ് ഗ്രോത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Then developments are performed in an aim of improving knowledge and skills to face future challenges. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്തിനു സഹായിക്കുന്നുണ്ടെന്നാ പറയുന്നത്? are performed in an aim of improving knowledge and skill to face future challenges. അപ്പൊ നമ്മളൊരു ട്രെയിനിങ് എന്താണ് നമ്മൾ പഠിച്ചത്? ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു ചലഞ്ച് എന്ത് ഫേസ് ചെയ്യേണ്ടി വരുന്നു? അതിനെ ഓവർകം ചെയ്യാനായിരുന്നു. ആണോ? ട്രെയിനിങ് അതല്ലേ നമ്മൾ പഠിച്ചത്? ഒരു ട്രെയിനിങ് പറയുമ്പോൾ ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവന്നു, അതിൽ നമുക്ക് അവിടുത്തെ സ്റ്റാഫുകൾക്ക് നോളജ് ഇല്ല എങ്കിൽ അപ്പോഴത്തെ ആ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുക. ശരിയല്ലേ? ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾക്കുള്ള അഡ്വാൻസ്ഡ് ട്രെയിനിങ് ആണോ നമ്മൾ കൊടുക്കുന്നത്? ആണോ? എന്താണ് ഡിഫറൻസ് മനസ്സിലാക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? അപ്പൊ ട്രെയിനിങ് എന്താ പറഞ്ഞത് നമ്മൾ? ട്രെയിനിങ് ഇതുപോലെ ഒരു ഫ്യൂച്ചർ ചലഞ്ചസിന് വേണ്ടിയിട്ടുള്ളതാണോ? ഭാവിയിലേക്കുള്ള അവരുടെ ആവശ്യകതകൾ അല്ലെങ്കിൽ ഭാവിയിൽ അവർ ഫേസ് ചെയ്യേണ്ട ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾക്ക് വേണ്ടിയിട്ടുള്ള നോളജും സ്കില്ലും ആണോ നമ്മൾ ട്രെയിനിങ്ങിലൂടെ കൊടുക്കുന്നത്? ആണോ?
പ്രസന്റ് അല്ലെ, അവരുടെ നിലവിൽ അവർ എന്ത് ജോലി ചെയ്യുന്നു ആ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് നിലവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നോളജോ സ്കില്ലോ വേണമെങ്കിൽ അതല്ലേ നമ്മൾ ട്രെയിനിങ്ങിലൂടെ കൊടുക്കുക. എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നത്? എല്ലാവരും ഉറക്കമാണോ? ആണോ? നമ്മളൊരു ട്രെയിനിങ് എന്താ ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും ട്രെയിനിങ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പുതിയൊരു എക്യുപ്മെന്റ് കൊണ്ടുവന്നു അല്ലെ, ഒരു ഹോസ്പിറ്റലാണെങ്കിൽ പുതിയൊരു എക്യുപ്മെന്റ് കൊണ്ടുവന്നു. ആ എക്യുപ്മെന്റിനെ കുറിച്ച് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ആർക്കും ഒരു നോളജും സ്കില്ലും അത് എങ്ങനെ പ്രവർത്തിക്കണം എന്നൊന്നും അറിയുന്നില്ല. അപ്പൊ അത് പ്രവർത്തിപ്പിക്കാനായിട്ട് അപ്പോഴത്തെ ആ ഒരു പ്രസന്റ് സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു പരിശീലനം നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. അത് ഭാവിയിലേക്ക് എന്തൊക്കെ ഉപകരണങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിനുള്ള എല്ലാ പരിശീലനങ്ങളും നമ്മൾ നേരത്തെ കൊടുത്തു വെക്കുന്നുണ്ടോ? അപ്പൊ പ്രസന്റ് എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പരിശീലനമല്ലേ നൽകുന്നത്? ആണോ? ആണ്. ഇവിടെ ട്രെയിനിങ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ചലഞ്ചസ്, അവർ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുമോ അതിനനുസരിച്ചുള്ള നോളജും സ്കില്ലും ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് അവർക്ക് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് എ ലോങ് ടേം ഫോക്കസ്ഡ്. അതുകൊണ്ട് ഇതൊരു ദീർഘകാലം, കാരണം ഫ്യൂച്ചറിലേക്കുള്ളത് കൂടി ആയതുകൊണ്ട് ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് വിച്ച് ടേക്സ് പ്ലേസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുടനീളം നടക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഡെവലപ്മെന്റ് അല്ലെ. പല പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അതിലൂടെ നമ്മുടെ വളർച്ച ഉണ്ടാവുന്നുണ്ട് അല്ലെ, ശരിയല്ലേ? അപ്പൊ അതൊരു ലോങ് ടേം പ്രോസസ് ആണ് ഡെവലപ്മെന്റ്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അതൊരു ഷോർട്ട് ടേം പ്രോസസ് ആണ്. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള പരിശീലനം കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ഇഷ്യൂ നമുക്ക് അവിടെ സോൾവ് ചെയ്യാൻ പറ്റുന്നു. അതിനുശേഷം പുതിയൊരു ഇഷ്യൂ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അപ്പൊ നമ്മൾ അടുത്തൊരു പരിശീലനമാണ് നൽകുന്നത്. ഡെവലപ്മെന്റ് അങ്ങനെ ഫ്യൂച്ചറിലേക്ക് അവർക്ക് എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുമോ അതിനനുസരിച്ചുള്ള നോളജും സ്കില്ലും നമ്മളവിടെ അവർക്ക് ഈ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിലുടനീളം അവർക്ക് ലഭിക്കുന്ന ഒരു പ്രക്രിയ കൂടി, അല്ലെങ്കിൽ അത് ലൈഫിലുടനീളം അവർക്ക് അവരുടെ ഡെവലപ്മെന്റ് പ്രോസസ്സിലൂടെ അവർക്ക് ഓവറോൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മെച്ചപ്പെടുത്തിയെടുക്കാനും സാധിക്കുന്നുണ്ട്. Mainly, it is the result of initiatives taken by self and it's a result of self motivation. ഇവിടെ സെൽഫ് മോട്ടിവേഷൻ ആണ് കൂടുതലും നമുക്ക് ഈ ഒരു ഡെവലപ്മെന്റിന് ആവശ്യമെങ്കിൽ പോലും രണ്ട് രീതിയിലും വരുന്നുണ്ട് കേട്ടോ. ഒരു ഔട്ട്സൈഡ് മോട്ടിവേഷനും വരുന്നുണ്ട്. ഇതിപ്പോ കൺഫ്യൂഷൻ വരരുത്. ഇപ്പൊ ട്രെയിനിങ് ആണെങ്കിലും അതുപോലെ ഡെവലപ്മെന്റ് ആണെങ്കിലും നമ്മൾ സെൽഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് മോട്ടിവേഷൻ കൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ. ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ പുറത്തുള്ള ആളുകൾ നമ്മളെ എത്രത്തോളം ഫോഴ്സ് ചെയ്താലും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടാണ്, നിങ്ങൾ അത് പരിശീലനം ചെയ്യും, നിങ്ങൾക്ക് അത് ഓക്കെ ആയിരിക്കും എന്ന് മോട്ടിവേറ്റ് ചെയ്താൽ പോലും നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെ നമുക്കത് നോളജ് വർദ്ധിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെ. നമുക്ക് താല്പര്യം വേണം, അല്ലെങ്കിൽ സെൽഫായിട്ടൊരു ഇൻട്രസ്റ്റ് വേണം അല്ലെ. ഇപ്പൊ രണ്ടാണ്ട് അതിൽ കൂടുതലും നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത് ഔട്ട്സൈഡ് മോട്ടിവേഷൻ ആയതുകൊണ്ടാണ് ട്രെയിനിങ്ങിന് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പൊ ഡെവലപ്മെന്റ് ആണെങ്കിലും സ്വന്തമായിട്ട് നമുക്ക് നമ്മുടെ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട് നമുക്ക് വളർച്ച ഉണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മാനേജ്മെന്റിനെ കൂടുതൽ നമ്മൾ തന്നെയാണ് അല്ലെ. കരിയറിലേക്ക് മുന്നോട്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ട്, എന്നാൽ പോലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷനും അതിൽ വരുന്നില്ലേ? വരുന്നുണ്ടോ? നല്ല രീതിയിലുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മുടെ മറ്റാരെങ്കിലും ഒക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അല്ലെ. ഒരു വാട്സപ്പിലൂടെയോ അവാർഡുകളിലൂടെയോ ഒക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അതും ഒരു മോട്ടിവേഷൻ ആവുന്നില്ലേ ഇതിന്റെ ഭാഗമായിട്ട്? ആവുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയതുകൊണ്ടാണ് എന്നതുകൊണ്ടാണ് അവിടെ അത് മാത്രം പരാമർശിച്ചിരിക്കുന്നത്. രണ്ടിനാണെങ്കിലും രണ്ടും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. രണ്ടും വരുന്നുണ്ട്. സെൽഫ് മോട്ടിവേഷനും അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷനും രണ്ടിലും വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ട്രെയിനിങ്ങിലാണെങ്കിൽ ഔട്ട്സൈഡ് മോട്ടിവേഷൻ ആയിരിക്കും, അതുപോലെ ഡെവലപ്മെന്റിലാണെങ്കിലും കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ സെൽഫ് ആയിട്ടുള്ള മോട്ടിവേഷനിലൂടെ തന്നെയാണ്. അപ്പൊ നമ്മുടെ താല്പര്യം കൂടുതലാണെങ്കിൽ നമ്മളത് പഠിച്ചു രേഖപ്പെടും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ വളർച്ചയും നമ്മുടെ ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൊത്തത്തിലുള്ള ആ ഒരു വളർച്ചയും സ്കില്ലും ഒക്കെ നോളജും ഒക്കെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റ് എപ്പോഴും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആരുടെ ഇനിഷ്യേറ്റീവിലാണ് വരുന്നത്? സെൽഫ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവിലാണ്. എന്നാലും രണ്ടും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ നിങ്ങൾ സെൽഫ് മോട്ടിവേഷൻ മാത്രമല്ലേ മിസ് തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കും. ഇത് രണ്ടും വരുന്നുണ്ട്, ട്രെയിനിങ്ങിലും രണ്ടും വരുന്നുണ്ട്, ഡെവലപ്മെന്റിലും രണ്ടും വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. അപ്പോൾ ഡെവലപ്മെന്റിന്
ഡെവലപ്മെന്റിന്റെയും ട്രെയിനിങ്ങിന്റെയും ഡിഫറൻസുകളാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ട്രെയിനിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടാമത്തത് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു ഇൻഫർമേഷൻ പ്രോസസ് ആണ്. ഈ ഇൻഫർമേഷൻ പ്രോസസ്സിലൂടെ എന്തിനു സഹായിക്കുന്നത് ഓരോ എംപ്ലോയീസിനെയും അല്ലെങ്കിൽ സ്റ്റാഫുകളെയും അവരുടെ നോളജും സ്കിൽസും ഒക്കെ വർദ്ധിപ്പിക്കാൻ. എന്തിനു വേണ്ടി? മൊത്തത്തിലുള്ള ഗ്രോത്ത് ആണ്. അവരുടെ മൊത്തത്തിലുള്ള ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ചയെ സഹായിക്കുന്ന, അതുപോലെ തന്നെ അവരുടെ മൊത്തത്തിലുള്ള അവരുടെ സ്കിൽസും നോളജും ഒക്കെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഫർമേഷൻ പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സിംപ്ലി നമുക്ക് പറയാം അത് അവരുടെ പഠനവും വളർച്ചയുമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ആർ പെർഫോംഡ് ഇൻ എയിമിംഗ് ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽ ഓഫ് ദ സ്കിൽസ് ടു ഫേസ് ഫ്യൂച്ചർ ചലഞ്ചസ്. ഭാവിയിലേക്കുള്ള അവരുടെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയുള്ള നോളജും സ്കില്ലും നമുക്ക് ഇതിലൂടെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതുപോലെ തന്നെ ഇത് അവരുടെ ജീവിതത്തിലുടനീളം നടക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. And maybe it is the result of initiative taken by the self and it's the result of self motivation. ഇതൊരു സെൽഫ് ആയിട്ടുള്ള കൂടുതലും ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് സെൽഫ് ആയിരിക്കും. അതുപോലെ തന്നെ അതൊരു സെൽഫ് മോട്ടിവേഷന് മാത്രമല്ല ഔട്ട്സൈഡ് മോട്ടിവേഷന്റെ കൂടി ഭാഗമായിട്ട് വരുന്നൊരു വളർച്ച കൂടിയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി ഡെവലപ്മെന്റ്. ക്ലിയർ ആണ്? ഓക്കെ, ഇനി നമ്മൾ മറ്റു ഡിഫറൻസുകളിലേക്ക് പോവാണ് കേട്ടോ. അതിൽ ഡിഫറൻസസ് ആണ്. മറ്റു ഡിഫറൻസ് ഒക്കെ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഓരോന്നും നോക്കുന്നുണ്ട്. അതിലെല്ലാ പോയിന്റ്സും അല്ല, മിസ് ചില പോയിന്റ്സ് നോട്ട് ചെയ്യാൻ പറയാം. അപ്പൊ അത് പഠിച്ചു കഴിയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ആ പോയിന്റ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇതിൽ ഇൻക്ലൂഡഡ് ആയ രീതി, ഇൻക്ലൂഡ് അല്ലാത്ത രീതി എന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുകൂടാതെ ആ ഒരു ഫസ്റ്റ് സെന്റൻസ് നോക്കി, ട്രെയിനിങ് ഇസ് എ റിയാക്റ്റീവ് പ്രോസസ് ആൻഡ് ഡെവലപ്മെന്റ് ഇസ് എ പ്രോആക്റ്റീവ് പ്രോസസ്. എന്ന് വെച്ചാൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രതികരണ പ്രക്രിയയാണ്, എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു സജീവമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പൊ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഇസ് എ റിയാക്റ്റീവ് പ്രോസസ്. ശരിക്കും ട്രെയിനിങ് എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും എന്താണ്, അവരെ അറ്റ് പ്രസന്റ് അവർക്ക് എന്താണോ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്താണോ അതില് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് അവർക്ക് നോളജും സ്കില്ലും വർദ്ധിപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനെതിരെയുള്ള ഒരു പ്രതികരണമാണ് ശരിക്കും ട്രെയിനിങ് നൽകുന്നത്, അല്ലെ? ആ ഒരു സിറ്റുവേഷൻ ഉള്ളത്, ഇപ്പൊ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ വന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്യുപ്മെന്റ് പുതിയതായിട്ട് കൊണ്ടുവന്നു, അത് അവർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. അത് അവിടെ ആർക്കും അറിയില്ല അത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്ന്. അപ്പൊ അതിനുള്ള ആ ഒരു സിറ്റുവേഷനെതിരെ ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നത്. ആണോ? ഒരു റെസ്പോൺസ് അല്ലേ ട്രെയിനിങ് കൊടുക്കുന്നത്? ആണോ? അപ്പൊ ആ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ് ശരിക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നത്. അതിനെതിരെ റിയാക്ട് ചെയ്യുന്നു. ആ ട്രെയിനിങ്ങിലൂടെ അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ അത് പഠിപ്പിക്കാൻ, നമ്മൾ അതിനുള്ള നോളജും സ്കില്ലും അവിടുത്തെ സ്റ്റാഫുകൾക്ക് നൽകുകയാണ് ചെയ്യുക. അപ്പൊ അത് നൽകുമ്പോ ആ സ്റ്റാഫുകള് ആ ഒരു ചലഞ്ചിനെ ഫേസ് ചെയ്യാനായിട്ട് റെഡിയാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് എന്താണ്, ഒരു റിയാക്റ്റീവ് പ്രോസസ് ആണ്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രോ ആക്റ്റീവ് പ്രോസസ്. ഇവിടെ പ്രോ ആക്റ്റീവ് പ്രോസസ് ഒരു സജീവമായിട്ടുള്ള പ്രക്രിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഡെവലപ്മെന്റില് നമുക്ക് അപ്പോ പ്രസന്റിൽ ഉള്ള കണ്ടീഷനുള്ള രീതിയിലുള്ള ഒരു റിയാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ഒന്നും അല്ല കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അത് എന്ത് ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ളതാ?
ഫ്യൂച്ചർ നീഡ്സ് അല്ലെ, ഭാവിയിലേക്കുള്ള അവരുടെ ആവശ്യകതകള്, ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടി അഡ്വാൻസ്ഡ് ആയിട്ട് അവർക്ക് നോളജും സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ് ഒരു ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. രണ്ടും വ്യത്യാസമുണ്ട് അല്ലെ. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു റിയാക്റ്റീവ് പ്രോസസ് ആണ്. പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വന്നു, ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ വന്നാൽ അതിനെതിരെ എങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്യാം, അതിന് നമ്മൾ ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുന്നു, അതിനെതിരെ അവർ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രോആക്റ്റീവ് പ്രോസസ് ആണ്. അത്രയധികം റിയാക്റ്റീവ് പ്രതികരണങ്ങൾ നടക്കുന്നില്ല. ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇവർക്ക് നോളജും സ്കില്ലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്സിലൂടെ കടത്തിവിടുന്നതാണ് ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ. സെക്കൻഡ് പോയിന്റിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഫറൻസ് പറയുന്നത് ട്രെയിനിങ് ഈസ് മെയിൻലി അറ്റൻഡഡ് ബൈ ഇൻഡിവിജ്വൽസ്, ഡെവലപ്മെന്റ് ഈസ് മെയിൻലി അറ്റൻഡഡ് ബൈ ഇൻഡിവിജ്വൽസ് അല്ലെ. ട്രെയിനിങ്ങിലാണെങ്കിലും ഡെവലപ്മെന്റിലാണെങ്കിലും അത് ആരാണ് അത് അറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ പങ്കാളികളാവുന്നത്? ഇൻഡിവിജ്വൽസ് തന്നെയാണ് അല്ലെ. ആ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജീവനക്കാർ, എംപ്ലോയീസ് അല്ലെങ്കിൽ അവിടുത്തെ ഇൻഡിവിജ്വൽസ് തന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്, അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ. ട്രെയിനിങ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഡെവലപ്മെന്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലെ. തേർഡ് പോയിന്റ് പറയുന്നത് ട്രെയിനിങ് ഈസ് ഷോർട്ട് ടൈം ഓർ ടേം ഫോക്കസ്ഡ് ആൻഡ് ഫോർ എ ഫിക്സഡ് ഡ്യൂറേഷൻ അല്ലെ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ആണ് അല്ലെ, ഫോർ ഫിക്സഡ് ഡ്യൂറേഷൻ. ഒരു ഫിക്സഡ് ഡ്യൂറേഷനില് ഒരു ഷോർട്ട് ടേം ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ട്രെയിനിങ്. എന്നാൽ ഡെവലപ്മെന്റോ, ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ലോങ് ടേം ആണ് അല്ലെ, ലോങ് ടേം ഫോക്കസ്ഡ് ആണ് അല്ലെ. അതുപോലെ തന്നെ which take place throughout the life of a person. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുടനീളം നടക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ അതൊരു ലോങ് ടേം പ്രോസസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഫിക്സഡ് ടൈമിനുള്ളിൽ മാത്രം നമ്മൾ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പോലെയല്ല ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസമാണ്, അതൊരു ട്രെയിനിങ് ആണെങ്കിൽ അത് ഷോർട്ട് ടേം ആയിരിക്കും, അതുപോലെ തന്നെ ഒരു ഫിക്സഡ് ഡ്യൂറേഷനിലായിരിക്കും നമ്മളത് കൊടുക്കുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലുടനീളം നടക്കുന്ന ഒരു പ്രക്രിയയാണ്, അതുകൊണ്ട് തന്നെ ഇത് ലോങ് ടേം ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ്. അപ്പോൾ തന്നെ വേഗം ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് training is the result of initiatives taken by management and development is the result of outside motivation. So training എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഇനിഷ്യേറ്റീവിലാണ് വരുന്നത് അല്ലെ. കൂടുതലും മാനേജ്മെന്റ് ആണ് അതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമുക്ക് ട്രെയിനിങ്ങുകൾ നൽകുന്നത്. ആൻഡ് ഡെവലപ്മെന്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഔട്ട്സൈഡ് മോട്ടിവേഷൻ. അപ്പൊ ഇവിടെയും നമ്മൾ പറയുന്നുണ്ട് സെൽഫ് മോട്ടിവേഷനും കൂടി ഉണ്ട് കേട്ടോ. രണ്ടും ഒരുമിച്ച് വരുന്നുണ്ട്. ഇവിടെ ഔട്ട്സൈഡ് മോട്ടിവേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഡെവലപ്മെന്റ് ആണെങ്കിലും ട്രെയിനിങ് ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നേരത്തെ മിസ് പറഞ്ഞ പോലെ തന്നെ രണ്ട് രീതിയിലുള്ള മോട്ടിവേഷനും ഉണ്ടെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് വരുള്ളൂ. അപ്പൊ സെൽഫ് മോട്ടിവേഷനും വേണം, ഔട്ട്സൈഡ് മോട്ടിവേഷനും രണ്ടിലും ട്രെയിനിങ്ങിലും ഉണ്ട്, ഡെവലപ്മെന്റിലും ഉണ്ട്. അതുപോലെ തന്നെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ കൂടുതലും മാനേജ്മെന്റിന്റെ ഇനിഷ്യേറ്റീവിലൂടെയാണ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് ആകുമ്പോൾ സെൽഫ് ഇനിഷ്യേറ്റീവ് ആണ് കൂടുതലും വരുന്നത്. അതിലൂടെയാണ് നമുക്ക് ആ ഒരു ഇംപ്രൂവ്മെന്റ് നടത്താൻ സാധിക്കുന്നത്. Then fifth point, training refers to process in which employees are educated and get a chance to develop skills, competency and learning as per the post duty requirements. ഇനി ഒരു ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എന്ത് പ്രോസസ് ആണ്? In which employees are educated and get a chance to develop skills, competency and learning as per the post duty requirements. അവരുടെ നിലവിൽ അവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള കോമ്പിറ്റൻസി, കഴിവുകളും സ്കില്ലുകളും അതുപോലെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു എഡ്യൂക്കേഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരമാണ് ട്രെയിനിങ്ങിലൂടെ അവർക്ക് കിട്ടുന്നത്.
എന്നാൽ development refers to an informative process which mainly helps in understanding about the overall growth and improvement of the skills of the employee. ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയല്ലേ അല്ലെ? നമ്മൾ നേരത്തെ രണ്ട് തമ്മിലുള്ള വ്യത്യാസങ്ങൾ പോലെ നമ്മൾ പറഞ്ഞപ്പോൾ പോയിന്റ്സ് തന്നെയല്ലേ ഇവിടെ വെക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, സെയിം പോയിന്റ്സ് ഒക്കെ തന്നെയാ വരുന്നേ. അപ്പൊ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ, ഇൻഫർമേറ്റീവ് പ്രോസസ് അല്ലെ, ഇൻഫർമേഷൻ നൽകുന്ന ഒരു പ്രക്രിയയാണ്. വിച്ച് മെയിൻലി ഹെൽപ്സ് ഇൻ, എന്തിനാണ് സഹായിക്കുന്നത്, അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ സ്കിൽസ് ഓഫ് ദ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ സ്കിൽസ് മെച്ചപ്പെടുത്താൻ, അതുപോലെ തന്നെ അവരുടെ ഓവറോൾ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടായി എന്ന് അറിയാനായിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് തന്നെയാണ്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അവിടെ എംപ്ലോയീസിന് എഡ്യൂക്കേഷൻസ് കിട്ടുന്നു അല്ലെ, അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് നൽകുകയും അതിലൂടെ അവരുടെ പ്രസന്റ് അവർ ഏത് ജോലിയാണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട സ്കില്ലുകളും അതുപോലെ കഴിവുകളും അവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് ആ ഒരു എംപ്ലോയീസിന് നല്ല എഡ്യൂക്കേഷൻ ഒക്കെ ഈ ഒരു ട്രെയിനിങ് പ്രോസസ്സിലൂടെ ലഭിക്കുന്നുണ്ട്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്തും അവരുടെ സ്കിൽസും ഒക്കെ മെച്ചപ്പെടുത്താനും അത് എത്രത്തോളം കിട്ടിയെന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു ഇൻഫർമേറ്റീവ് പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് പോയിന്റിൽ പറയുന്നത് മെയിൻലി ട്രെയിനിങ് റെഫേഴ്സ് ടു ലേണിംഗ് ന്യൂ തിങ്സ് ആൻഡ് റിഫ്രഷിംഗ് ഓൾഡ് വൺ അല്ലെ. ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ശരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പഴയ കാര്യങ്ങൾ നമ്മൾ പുതുക്കിയെടുക്കുന്നുണ്ട് അല്ലെ, റിഫ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഡെവലപ്മെന്റ് എങ്ങനെയാ, മെയിൻലി ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ഇംപ്ലിമെന്റിംഗ് ലേൺഡ് സെക്ഷൻസ് ആൻഡ് ഫൈൻഡിങ് ന്യൂ വൺസ്. അപ്പൊ ഡെവലപ്മെന്റ് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതിന് പകരം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ അതിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അതുപോലെ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ റിഫ്രഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് അവിടെ ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു, അതിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ട്രെയിനിങ് എപ്പോഴും നമുക്ക് പുതിയ കാര്യങ്ങൾ അവരെ പറഞ്ഞു കൊടുക്കാൻ, ഇവരെന്താ ചെയ്യുന്നത്, ഇവര് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇത് അവർ പ്രാവർത്തികമാക്കുന്നത്. ഇവരവരുടെ ലൈഫിലൂടെ അവരുടെ എക്സ്പീരിയൻസുകളിലൂടെ അവർക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളിലൂടെ അവർ പഠിക്കുകയും അതിനുശേഷം അത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു നടപ്പിലാക്കുന്നു. അങ്ങനെ ഓരോന്നും നടപ്പിലാക്കി ഓരോ സ്റ്റേജ് കഴിയുന്നതനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, കണ്ടെത്തുകയും ചെയ്യും. Then seventh point, training is a job-oriented process and development is a career-oriented process. എപ്പോഴും ട്രെയിനിങ് എന്ന് പറയുന്നവരുടെ ആ ഒരു തൊഴിലിനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജോബിനെ ഓറിയന്റഡ് ആയിട്ടുള്ളതാണ് അല്ലെ. ആ ഒരു അപ്പൊ എന്ത് ജോലിയാണോ അപ്പോൾ ചെയ്യുന്നത് അതിനെ ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രോസസ്സാണ് ട്രെയിനിങ്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ കരിയർ ഓറിയന്റഡ് പ്രോസസ്സ്. ആ ഒരു വ്യക്തിയുടെ കരിയർ ഏതാണോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രക്രിയയാണ് ഡെവലപ്മെന്റ്. അവരുടെ മൊത്തത്തിലുള്ള ഓവറോൾ ഗ്രോത്ത് ആണ്, ഈ നോളജും സ്കില്ലും ഒക്കെയാണ് അതിലൂടെ വർദ്ധിപ്പിക്കാൻ പറ്റുക. അപ്പൊ അവരുടെ ആ ഒരു കരിയർ ഏതാണോ ആ കരിയറുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുന്നത്. മറ്റേ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന ജോലി, ഏതൊരു ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കി എത്രയെണ്ണം, 4th, 5th, 6th, 7th. Okay. So, 8th one ആണ് ട്ടോ. So simply we can say training is a process of increasing knowledge
and skills of an employee. അപ്പൊ ട്രെയിനിങ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ലളിതമായിട്ട് എന്തെന്ന് പറയാം? ട്രെയിനിങ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ നോളജും സ്കില്ലും ഇൻക്രീസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ് ട്രെയിനിങ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അത് അങ്ങനെ പറയാം. ഇനി സോ സിംപ്ലി വി ക്യാൻ സേ ഡെവലപ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. ഇപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി നമുക്ക് എന്ത് പറയാം? ഒരു വ്യക്തിയുടെ ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ആണ്. അവരുടെ പഠനവും വളർച്ചയും നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരു പല കാര്യങ്ങളും പഠിക്കുന്നു, അതിലൂടെ അവരുടെ ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്ത് നടക്കുന്നു. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു പർട്ടിക്കുലർ ജോബുമായി ബന്ധപ്പെട്ട നോളജും സ്കില്ലും വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. Ninth പോയിന്റില് ട്രെയിനിങ് ഈസ് പെർഫോംഡ് ഇൻ ആൻ എയിം ഓഫ് ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ദാറ്റ് ആർ നീഡഡ് ടു പെർഫോം their existing jobs, and developments are performed in an aim of improving knowledge and skill to face future challenges. അപ്പൊ 9th പോയിന്റിൽ പറയുന്നത് ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു ട്രെയിനിങ്ങിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽ ദാറ്റ് ആർ നീഡഡ് ടു പെർഫോം their existing job. അവർ നിലവിൽ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി നന്നായിട്ട് ആ ജോലിയുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നോളജും സ്കില്ലും ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതാണ് ആ ഒരു ട്രെയിനിങ്ങിന്റെ പ്രധാന ലക്ഷ്യം. ആ ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം എന്താ? പെർഫോം ഇൻ ആൻ എയിം ഓഫ് ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽ ടു ഫേസ് ഫ്യൂച്ചർ ചലഞ്ചസ്. ഭാവിയിലേക്കുള്ള ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസിനെ അതുമായി ബന്ധപ്പെട്ട നോളജും സ്കില്ലും ഒക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡെവലപ്മെന്റിന്റെ ലക്ഷ്യമെങ്കിൽ ഒരു ട്രെയിനിങ്ങിന്റെ ലക്ഷ്യം നിലവിൽ അവരുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സിസ്റ്റിംഗ് ജോബുമായി ബന്ധപ്പെട്ട് നന്നായി പെർഫോം ചെയ്യാനായിട്ട് സ്കില്ലും നോളജും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. Then 10th point, training helps individual to learn how to perform his or her present job satisfactorily and development prepare individual for future jobs and growth in all aspects. So training or individual എന്തിനെ സഹായിക്കുന്നു? Helps to learn how to perform his or her present job satisfactorily. അവർ നിലവിൽ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി നന്നായിട്ട് ചെയ്യാനായിട്ട് അല്ലെ സാറ്റിസ്ഫാക്ടറിലി നല്ല സംതൃപ്തിയോടുകൂടി അവർ നിലവിൽ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു അറിവ് വർദ്ധിപ്പിക്കാനായിട്ടാണ് ട്രെയിനിങ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഡെവലപ്മെന്റിന് എന്തിനു സഹായിക്കുന്നു? പ്രിപ്പയർ ഇൻഡിവിജ്വൽസ് ഫോർ ഫ്യൂച്ചർ ജോബ്സ് ആൻഡ് ഗ്രോത്ത് ഇൻ ഓൾ ആസ്പെക്ട്സ്. അവരുടെ എല്ലാ രീതിയിലുമുള്ള അവരുടെ എല്ലാ വശങ്ങളിലുമുള്ള വളർച്ച അതുപോലെ തന്നെ ഭാവിയിലെ ജോലികൾക്കായിട്ടുള്ള അവരുടെ പ്രിപ്പയർ ആക്കുന്നതാണ് ഒരു ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഇപ്പൊ ട്രെയിനിങ് എപ്പോഴും അവർ പ്രസന്റ് ജോബ് എന്താണോ ചെയ്തിരിക്കുന്നത് അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിവുകൾ നൽകുന്നു. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ വശങ്ങളിലുമുള്ള ഗ്രോത്ത് മെച്ചപ്പെടുത്തുക അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള ജോലികൾക്കായിട്ട് അവരെ തയ്യാറാക്കുകയുമാണ് ഡെവലപ്മെന്റിലൂടെ ചെയ്യുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. 8th, 9th, 10th point കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. Then 11th point, training focuses on technical skills and it has a narrow scope, and development focuses on conceptual and human ideas and it has a wider scope. For training എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത്
ടെക്നിക്കൽ സ്കില്ലുകളെയാണ് അല്ലെ. ടെക്നിക്കൽ സ്കില്ലുകൾ വളർച്ച അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഒരു ട്രെയിനിങ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു നാരോ സ്കോപ്പ് ആണുള്ളൂ. അതേസമയം ഒരു ഡെവലപ്മെന്റ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ ഹ്യൂമൻ ഐഡിയാസ്, മാനുഷികപരമായിട്ടുള്ള ആശയങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കോൺസെപ്ച്വൽ ആൻഡ് ഹ്യൂമൻ ഐഡിയാസിനെ, കോൺസെപ്ച്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ആശയപരമായിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ഐഡിയാസ്, അവരുടെ കുറെ അധികം ആശയങ്ങള്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഒരു വ്യക്തിയുടെ ഓവറോൾ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ടോ മൊത്തത്തിലുള്ള ഒരു ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ വശങ്ങളിലും അവരുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസനം നടക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു വൈഡർ സ്കോപ്പ് ആണ്. അതേസമയം ട്രെയിനിങ് ഓൺലി ഫോക്കസ് ചെയ്യുന്നത് എന്തിനെ മാത്രമാണ്? അവരുടെ ടെക്നിക്കൽ ആയിട്ടുള്ള കഴിവുകൾ. അപ്പൊ ആ ടെക്നിക്കൽ കഴിവുകൾ മെച്ചപ്പെടുത്തുക, അതിലൂടെ ആ പെർഫോം ചെയ്യുന്ന ജോലി നന്നായിട്ട് ചെയ്തു തീർക്കുക. അവിടെ അതുകൊണ്ട് തന്നെ അതിനൊരു നാരോ സ്കോപ്പ് ആണ്. അതേസമയം ഡെവലപ്മെന്റ് പ്രധാനമായിട്ടും അവരുടെ എല്ലാ വശങ്ങളും, കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അവരുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അങ്ങനെ ഓരോ ആസ്പെക്ടുകളുടെയും ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനൊരു വൈഡർ സ്കോപ്പ് ആണ് ഡെവലപ്മെന്റിനുള്ളത്. 12th പോയിന്റിൽ പറയുന്നത് ട്രെയിനിങ് റിവോൾവ്സ് അറൌണ്ട് പ്രസന്റ് നീഡ്സ് ആൻഡ് ഡെവലപ്മെന്റ് റിവോൾവ്സ് അറൌണ്ട് ദ ഫ്യൂച്ചർ. ട്രെയിനിങ് എന്തിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്? അറൌണ്ട് പ്രസന്റ് നീഡ്സ് അല്ലെ. പ്രസന്റ് നിലവിലെ അവരുടെ ആവശ്യകതകൾ എന്താണോ അതിനെ ചുറ്റിപ്പറ്റിയാണ് അല്ലെങ്കിൽ അതിനെ ചുറ്റുമായിട്ടാണ് ട്രെയിനിങ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് റിവോൾവ്സ് അറൌണ്ട് ദ ഫ്യൂച്ചർ, ഭാവിയിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ ഒരു ഡെവലപ്മെന്റ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. 13th പോയിന്റില് ട്രെയിനിങ് ഫോക്കസസ് ഓൺ ദ റോൾ വൈൽ ഡെവലപ്മെന്റ് ഫോക്കസസ് ഓൺ ദ പേഴ്സൺ. അപ്പൊ ട്രെയിനിങ് എപ്പോഴും ആ ഒരു റോളില് ആരാണോ ആ ഒരു റോൾ ചെയ്യുന്നത് അല്ലെ, അപ്പൊ ആരായിക്കോട്ടെ, അവിടെ ആ ഒരു റോൾ പെർഫോം ചെയ്യുന്ന വ്യക്തി ആരുമായിക്കോട്ടെ, അവർ ആ ഒരു റോളിന്റെ കാര്യങ്ങളാണ് നോക്കുന്നത് അല്ലെ. ആ ഒരു റോളിൽ ആര് വന്നാലും അവർ ഇന്ന രീതിയിൽ പെർഫോം ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കും അല്ലെ. അതാണ് ഇവർ ഫോക്കസ് ചെയ്യുക. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു വ്യക്തിയെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ആ ഒരു പേഴ്സണെ. ആ പേഴ്സന്റെ ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് നമുക്ക് മെച്ചപ്പെടുത്തേണ്ടതും, സ്കില്ലുകൾ മെച്ചപ്പെടുത്തേണ്ടതും, ഓവറോൾ ഗ്രോത്ത് ആണ് നമുക്ക് ഇൻക്രീസ് ചെയ്ത് അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച് കൊണ്ടുവരേണ്ടത്. അപ്പൊ അവിടെ ഒരു ഡെവലപ്മെന്റ് ഒരു വ്യക്തിയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ട്രെയിനിങ് ഫോക്കസ് ചെയ്യുന്നത് ആ റോൾ, ഏത് റോളാണോ അവർ ചെയ്യുന്നത് ആ ജോലിയുമായി ബന്ധപ്പെട്ട ആ ഒരു റോളാണ് അവിടെ ട്രെയിനിങ് ഫോക്കസ് ചെയ്യുക. വേഗം വായിച്ചു നോക്കി 11th, 12th, 13th. ഓക്കെ, അപ്പൊ ഇതില് ആ 12th, 13th ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. 12, 13, 9, 7, 1. 1 ഒന്നുകൂടി പറയാം മിസ്സേ. 1, 7, 9, 12, 13. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ട്രെയിനിങ് റിവോൾവ്സ് അറൌണ്ട് പ്രസന്റ് നീഡ്സ്, ദ ഡെവലപ്മെന്റ് റിവോൾവ്സ് അറൌണ്ട് ദ ഡാഷ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ചും ചോദിക്കാം കേട്ടോ. അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പറഞ്ഞിരിക്കുന്ന മിസ് പറഞ്ഞ ആ ഒരു 5 പോയിന്റിൽ നിന്ന് വരാറുണ്ട്. ആ ഒരു 5 പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ബാക്കി പോയിന്റ്സ് നമ്മൾ ഓൾറെഡി ആ ഒരു ഡിഫറൻസിന് മുൻപ് ഡെവലപ്മെന്റ് എന്താണെന്ന് പറഞ്ഞപ്പോഴും ട്രെയിനിങ് എന്താണെന്ന് പറഞ്ഞപ്പോഴും ഒക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയല്ലേ വരുന്നത് അല്ലെ. ഒരുപാട് വ്യത്യാസം വരുന്നുണ്ടോ? ചെറിയ ചെറിയ പോയിന്റ്സിലെ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി എല്ലാം ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയല്ലേ വരുന്നേ? ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ഡെവലപ്മെന്റിന്റെയും ട്രെയിനിങ് തമ്മിലുള്ള ഡിഫറൻസ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വൺ ആണ് കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് പ്രധാനമായിട്ടും മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആരുടെ ഡെവലപ്മെന്റ് ആയിരിക്കും? മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആരുടെ ഡെവലപ്മെന്റിന് ഫോക്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും? പറയാൻ പറ്റോ? ആരുടെ ആയിരിക്കും? മാനേജ്മെന്റിന്റെയാണ് കേട്ടോ. മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസേഴ്സ് മുതലുള്ള
സീനിയർ ആയിട്ടുള്ള മാനേജേഴ്സ് വരെയുള്ള ആളുകളുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട്, അതായത് അവർക്ക് അവരുടെ കീഴിൽ ഇപ്പൊ സൂപ്പർവൈസർ മുതലേ, സൂപ്പർവൈസർ ഏറ്റവും താഴ്ന്ന ലെവലിൽ നിൽക്കുന്നവരാണ് അല്ലെ, അതിനുശേഷം അല്ലെങ്കിൽ അതിന്റെ സീനിയർ ആയിട്ടുള്ള മാനേജേഴ്സ് വരെയുള്ള ആളുകളുണ്ട്. അവർ ഒരുപാട് പേരുണ്ട് അല്ലെ, എക്സിക്യൂട്ടീവ് ലെവലിലുള്ള ആളുകളുണ്ട്, എന്താണ് ജൂനിയർ ആയിട്ടുള്ള മാനേജേഴ്സ് ഉണ്ട്, സീനിയർ മാനേജേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. അപ്പൊ അവരെല്ലാവരും എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്? അവരുടെ കീഴിൽ ഒരുപാട് ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, അപ്പൊ അവരെയൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനും ഈ മാനേജേഴ്സിന് നല്ലൊരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പരിശീലനങ്ങളും അതിനനുസരിച്ചുള്ള ഒരു ഡെവലപ്മെന്റും അവർക്ക് ആവശ്യമാണ് അല്ലെ. എന്നാൽ മാത്രമല്ലേ അവരുടെ കീഴിലുള്ള ആളുകളെ അവർക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അവരുടെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന ആളുകളാണ് ഈ മാനേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ആ ഒരു മാനേജറിനെ ഒരു നല്ല എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പോർഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും. Okay. So now concept of management development. The management development is a systematic process of training and growth by which individual gain and apply knowledge, skill, insight, and attitude to manage work organization effectively. അപ്പൊ ഇവിടെ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് അവർ എന്ത് ചെയ്യുന്നു? ഈ ഒരു ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് പ്രോസസ്സിൽ ഉൾപ്പെടുന്നു. അങ്ങനെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്, ഒരു ചിട്ടയായ പ്രവർത്തനമാണ്. ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത്, അവർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നു, അതിലൂടെ അവരുടെ ഒരു വളർച്ച ഉണ്ടാക്കുന്നു. വൺ വിച്ച് ഇൻഡിവിജ്വൽസിന് എന്ത് കിട്ടും? ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോസസ്സിലൂടെ ഒരു ഇൻഡിവിജ്വൽ ഗെയിൻ ആൻഡ് അപ്ലൈ നോളജ്. അവർക്ക് അവരുടെ ആ ഒരു വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവും, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു കഴിവും, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയും, അവർക്ക് കൃത്യമായ ഒരു നല്ലൊരു മനോഭാവവും ഒക്കെ വർദ്ധിപ്പിക്കാനും അതവിടെ അപ്ലൈ ചെയ്യാനുമുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് കൊടുക്കുന്ന ഒരു ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകുന്ന ഓരോ മാനേജേഴ്സിനും അവരെ ഒരു എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അതിനനുസരിച്ച് അവർ ഏത് ഓർഗനൈസേഷനിലാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഓരോ എംപ്ലോയീസിനെയും നന്നായി മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കഴിവുകള്, അറിവുകള്, അതുപോലെ ഒരു മനോഭാവം, ഒരു ഉൾക്കാഴ്ച മുതലായവ ഗെയിൻ ചെയ്യാൻ അല്ലെ, അത് നേടിയെടുക്കാനും അത് അപ്ലൈ ചെയ്യാനും അവർക്ക് ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ ഒരു പ്രക്രിയയിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് എക്സിക്യൂട്ടീവ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് ആൻ അൺഇന്ററപ്റ്റഡ് പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് designed to bring behavioral change among the executives. ഇവിടെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്, എക്സിക്യൂട്ടീവ് ഓർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അൺഇന്ററപ്റ്റഡ് പ്രോസസ് ആണ്, തടസ്സമില്ലാത്തൊരു പ്രക്രിയയാണ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. നമുക്ക് അതിലൂടെ പലതരത്തിലുള്ള പഠനങ്ങളും വളർച്ചയും ഒക്കെ അതിൽ പങ്കാളികളാവുന്ന ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ടു ബ്രിങ് ബിഹേവിയറൽ ചേഞ്ച് എക്സിക്യൂട്ടീവ്, അവരുടെ ഇടയിൽ അവരുടെ പെരുമാറ്റങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും അല്ലേ? ഇപ്പൊ എല്ലാ മാനേജേഴ്സും നമുക്കിപ്പോ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ മാനേജേഴ്സ് നല്ല രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യുമ്പോഴാണ് അവരുടെ കീഴിൽ മേൽനോട്ടം വഹിക്കുന്ന സ്റ്റാഫുകൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഒരു മാനേജർ അതേസമയം നമ്മൾ ഒരു കാര്യങ്ങൾ ചോദിച്ചാലും അത് നല്ല രീതിയിൽ പറഞ്ഞു തരാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജർ നമുക്ക് ഇല്ല എങ്കിൽ അത് അവിടുത്തെ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലേ? ബാധിക്കോ? അപ്പൊ ആ ഒരു മാനേജറാണ് അവിടുത്തെ സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് നല്ല രീതിയിലുള്ള നോളജും സ്കില്ലും ഒക്കെ വേണം അല്ലെ? ആ മാനേജ് ചെയ്യാനായിട്ടൊരു കഴിവ് വേണം അല്ലെ? അപ്പൊ ആ മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് ഒരു കഴിവ് വേണം. അതിനവർക്ക് കൃത്യമായ നോളജും അതിനുള്ളൊരു മനോഭാവവും അതിനെങ്ങനെ പെരുമാറണം
മറ്റുള്ള സ്റ്റാഫുകളോട് എങ്ങനെ പെരുമാറി അതിലൂടെ എങ്ങനെ നമുക്ക് അവരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, അവർക്ക് ഓരോ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അതിനുള്ള നോളജും സ്കില്ലും ഒക്കെ നമുക്ക് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഈ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോസസ്സിലൂടെയാണ്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് there will be change in knowledge and behavior of the individuals undergoing the development program. ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇതിലൂടെ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും അല്ലെ, അവരുടെ അറിവുകളിൽ വ്യത്യാസങ്ങൾ വരും, കുറച്ചുകൂടി അറിവ് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു പ്രക്രിയ കൂടിയാണ് ഈ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോഗ്രാം, ഇതൊരു ചിട്ടയായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഈ ഒരു ചിട്ടയായ പ്രക്രിയയിലൂടെ ഇതിൽ ഉൾപ്പെടുന്ന ട്രെയിനിങ് അല്ലെങ്കിൽ ഗ്രോത്തും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. അവർക്ക് ആ ഒരു പരിശീലനവും വളർച്ചയിലൂടെയൊക്കെ അവരെവിടെയാണോ വർക്ക് ചെയ്യുന്നത്, ഏത് ഓർഗനൈസേഷനിലാണോ വർക്ക് ചെയ്യുന്നത്, ആ ഓർഗനൈസേഷൻ കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള അറിവും സ്കില്ലും അതുപോലെ ഇൻസൈറ്റ്സ് ഉൾക്കാഴ്ചകളും അതുപോലെ തന്നെ മനോഭാവവും ഒക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനും അതവിടെ അപ്ലൈ ചെയ്യാനുമുള്ള ഒരു ട്രെയിനിങ്ങും ഗ്രോത്തും ഒക്കെയാണ് നമുക്ക് ഈ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ ലഭിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഇതൊരു അൺഇന്ററപ്റ്റഡ് ആയിട്ടുള്ള തടസ്സങ്ങളില്ലാത്ത ഒരു പ്രക്രിയയാണ്. ഒരു മാനേജർക്ക് ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ പങ്കാളികളാകുന്നതിലൂടെ അവർക്ക് എന്തിനുള്ള ഒരു കഴിവുണ്ട്, അവരുടെ ബിഹേവിയറൽ ചേഞ്ച്, അവർക്ക് അവരുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിനോട് എങ്ങനെ അവർ ബിഹേവ് ചെയ്യണം, എങ്ങനെ പെരുമാറുമ്പോഴാണ് നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുക അല്ലെ. ചില മാനേജേഴ്സ് ഉണ്ട്, അവരോട് എന്ത് ചോദിച്ചാലും അവർ നമുക്ക് യാതൊരുവിധ റെസ്പോൺസും തരില്ല, അവർ സപ്പോർട്ടീവ് അല്ലാതെ പെരുമാറുന്ന മാനേജേഴ്സ് ഉണ്ട്. അവരുടെ കീഴിലെ സ്റ്റാഫുകള് നല്ല രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുള്ളൂ, അല്ലെങ്കിൽ അവർ പറയുന്ന അതേ രീതിയിൽ ഫോളോ ചെയ്ത് പ്രവർത്തിക്കാൻ തയ്യാറാവുള്ളൂ ഇല്ല അല്ലെ. അതേസമയം നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നമ്മളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിലോ അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, ബെറ്റർ ആയിരിക്കും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എപ്പോഴും നല്ല രീതിയിൽ അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് അവരോട് അത് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അതിനൊക്കെ ഇവരുടെ ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അതിലൂടെ പങ്കാളികളാവുന്നവർക്ക് അവരുടെ ഒരു ബിഹേവിയറിൽ വ്യത്യാസം വരുന്നുണ്ട്, എങ്ങനെ പെരുമാറണം. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിവുകൾ കിട്ടും. ഇങ്ങനെ പെരുമാറിയാൽ അവിടെ നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റും. കാരണം അവിടുത്തെ സ്റ്റാഫിന് പല സ്വഭാവമുള്ള ആളുകളാണ് അല്ലെ. ഇപ്പൊ എല്ലാവരെയും മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കഴിവാണ്. അപ്പൊ ആ ഒരു കഴിവ് മെച്ചപ്പെടുത്തണമെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് സെക്ഷനുകളിലൂടെ അവരും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർക്ക് എങ്ങനെ ഇവരോട് പെരുമാറണം, എങ്ങനെ പെരുമാറിയാൽ എങ്ങനെ ബിഹേവ് ചെയ്താൽ അവർ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള സ്റ്റാഫുകളെ നന്നായിട്ട് പെർഫോം ചെയ്യും. അതിനനുസരിച്ചുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു സ്കില്ലൊക്കെ ഇവർക്ക് വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ അതിനുള്ള നോളജ്, അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് ഇവർക്ക് ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ പങ്കാളികളാകുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഗെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ആ പാരഗ്രാഫ് വേഗം ഒന്ന് വായിക്കട്ടോ. Important lines. So, important lines are first point, first sentence ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ ഓക്കെ ആണ് അല്ലെ. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫില്
The individual will be able to perform better in present assignments and also increase his potential for future assignments through the acquisition, understanding and use of new knowledge, insights and skills. So ഇവിടെ ഒരു ഇൻഡിവിജ്വലിന് ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ എന്തിനുള്ള എബിലിറ്റി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കഴിവ് കിട്ടുന്നുണ്ട്? ഏബിൾ ടു പെർഫോം ബെറ്റർ ഇൻ പ്രസന്റ് അസൈൻമെന്റ്സ് ആൻഡ് ഓൾസോ ഇൻക്രീസ് ഹിസ് പൊട്ടൻഷ്യൽ ഫോർ ഫ്യൂച്ചർ അസൈൻമെന്റ്സ്. അപ്പൊ ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട്, പുതിയ പുതിയ നോളജ് അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പുതിയ പുതിയ ഉൾക്കാഴ്ചകളും പുതിയ പുതിയ കഴിവുകളും അവർക്ക് കിട്ടുന്നതിലൂടെ അവർക്ക് നിലവിലുള്ള അസൈൻമെന്റ്സ് അല്ലെങ്കിൽ വർക്കുകൾ നല്ല ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഭാവിയിലെ അവർക്കുള്ള ജോലി, അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആ ഒരു ജോലിയാണ്, അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട ടാസ്കുകൾ, അത് അവർക്ക് വളരെ കാര്യക്ഷമമായിട്ട് ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റും, പ്രസന്റിലെയും ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. Then the learning process involve the implication that there will be changed behavior on the part of the individual given the sufficient training and education. അപ്പൊ അവർക്ക് മതിയായിട്ടുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ബിഹേവിയർസില് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തില് ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു ലേണിംഗ് പ്രോസസ്സ് കൂടിയാണ് ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ അവർക്ക് അവരുടെ ആ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ മാനേജേഴ്സ് അല്ലെങ്കിൽ അവരുടെ എക്സിക്യൂട്ടീവുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, അവർ സ്വയം ബിഹേവിയേഴ്സിനെ കൺട്രോൾ ചെയ്യാനും മാറ്റങ്ങൾ, നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും അതിലൂടെ സാധിക്കുന്നുണ്ട്. അതിന് മതിയായിട്ടുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും അവർക്ക് ലഭ്യമായിരിക്കണം. Then managers develop not only by participating in formal courses of instruction drawn by the organization but also through actual job experience in the organization. എപ്പോഴും നമ്മുടെ വാക്കാലുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ മാത്രം കൊടുത്തത് കൊണ്ട് ഒരു മാനേജർക്ക് അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഇംപ്രൂവ്മെന്റ്സ് പൂർണ്ണമായിട്ടും നടത്താൻ പറ്റും? പൂർണ്ണമായിട്ടും നടത്താൻ പറ്റും? ആ ഒരു ഇൻസ്ട്രക്ഷൻ കേട്ടത് കൊണ്ട് മാത്രം അല്ല അല്ലെ, അവരുടെ ആ ഒരു ഓർഗനൈസേഷനിലെ ആക്ച്വൽ ജോബ് എക്സ്പീരിയൻസിലൂടെ കൂടിയാണ് അല്ലെ. നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, നമുക്കൊരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷനോ കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളത് പ്രാവർത്തികമാക്കി ചെയ്ത് നോക്കുന്ന എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് കുറച്ചും കൂടി നോളജ് എടുക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഒരു മാനേജർക്ക് ഇതുപോലെ ഒരുപാട് ട്രെയിനിങ് സെക്ഷൻസും എഡ്യൂക്കേഷൻസും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാവാം, പക്ഷേ അത് അവരുടെ ആ ഒരു ആക്ച്വൽ ഓർഗനൈസേഷനിലെ ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പീരിയൻസ് കൂടി കിട്ടുമ്പോഴാണ് അത് അവർക്ക് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഉപയോഗപ്രദമായിട്ട് മാറുന്നത്. ഒരു മാനേജറുടെ ഒരു കേസ് നോക്കുമ്പോൾ ഒരു മാനേജർക്ക് ഒരിക്കലും ഒരു ഇൻസ്ട്രക്ഷൻ, അതായത് ആ ഒരു ഫോർമൽ കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ മാത്രം, നിർദ്ദേശങ്ങൾ മാത്രം കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം എന്ന് ചെയ്തത് കാര്യമില്ല, അത് അവർ അപ്ലൈ ചെയ്ത് നോക്കണം അല്ലെ. അവരുടെ ആ ഒരു ജോബ്, ആ ഒരു ഓർഗനൈസേഷനിലെ ആക്ച്വൽ ജോലിയുമായി ബന്ധപ്പെട്ട് അവരത് ചെയ്ത് നോക്കി അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിനനുസരിച്ചാണ് അവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത്. Then it should be recognized that it is for the organization to establish and develop opportunities for its managers and potential managers. എപ്പോൾ ഇതിനുള്ള ഒരു അവസരം കൊടുക്കേണ്ടത് ആര് തന്നെയാണ്? ഓർഗനൈസേഷൻ ആണ് അല്ലെ. ആ ഒരു ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ മാനേജേഴ്സ്, ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മാനേജേഴ്സിനും അവരുടെ പൊട്ടൻഷ്യൽ, അതിനും കഴിവുള്ള എക്സിക്യൂട്ടീവ് ലെവലിലുള്ള സീനിയർ മാനേജേഴ്സിനും ഒക്കെ ഒരു കഴിവ് അല്ലെങ്കിൽ അതിൽ ഒരു കഴിവും നോളജും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കേണ്ടത് ആ ഒരു ഓർഗനൈസേഷൻ ആണ്. അത് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ടതും അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കൊടുക്കേണ്ടതും. ബട്ട് ആൻ ഈക്വൽ പെർഹാപ്സ് മോർ ഇമ്പോർട്ടന്റ് കൗണ്ടർ പാർട്ട് ടു ദാറ്റ് എഫേർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ ആർ ദോസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. പക്ഷെ ഒരു ഓർഗനൈസേഷനെ പോലെ ഒരു ഓർഗനൈസേഷൻ ഒരു ഭാഗമാകുന്നുണ്ടെങ്കിൽ പോലും ഒരു തുല്യമായിട്ട്, ഒരു ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടി കൂടുതൽ ഒരു എഫേർട്ട് എടുക്കേണ്ടത് ആരാണ്? ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് തന്നെയാണ് അല്ലേ. ആ ഇൻഡിവിജ്വൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനല്ലേ കുറച്ചും കൂടി ഒരു എഫേർട്ട് വേണ്ടത്? ആണോ? അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിനല്ലേ ആ ഒരു എനിക്ക് എന്റെ രീതിയിലുള്ള കഴിവുകള്, നോളജ്, സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കണം.
എന്ന് ആ ഒരു ഓർഗനൈസേഷൻ ഇതിൽ പങ്കാളികളാവുന്നുണ്ട് എങ്കിൽ പോലും ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഒരു ആശയം അല്ലെങ്കിൽ ഒരു താല്പര്യം വേണ്ടത് ആര് തന്നെ, ഒരു എഫേർട്ട് എടുക്കേണ്ടത് ആര് തന്നെയാണ്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് തന്നെയാണ്. ആൻഡ് സെൽഫ് ഡെവലപ്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഇൻ ദ ഹോൾ പ്രോഗ്രാം ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. അതുകൊണ്ട് തന്നെ ഒരു ഹോൾ പ്രോഗ്രാം, ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ മൊത്തത്തിലുള്ള പ്രോഗ്രാമിലെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സെൽഫ് ഡെവലപ്മെന്റ് ആണ്. സ്വയമേ അവർക്ക് ഡെവലപ്പ് ചെയ്യണം. നമുക്ക് നമ്മുടേതായ ഒരു കാര്യങ്ങളും ട്രെയിനിങ്ങിലൂടെ പഠിച്ചാൽ മാത്രം പോരാ, ഞാനത് പ്രവർത്തികമായിട്ട് ചെയ്ത് എക്സ്പീരിയൻസിലൂടെ എനിക്കത് പഠിക്കണം അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് ഒരു സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടാവുമ്പോഴാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അതിലൂടെ ആ ഒരു മാനേജറാണ് കൂടുതലും അതിനുള്ള അല്ലെങ്കിൽ അതിൽ പങ്കാളികളാകുന്ന ഓരോ ഇൻഡിവിജ്വൽസുമാണ് അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതിനനുസരിച്ച് അവരുടെ നോളജും സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് അവർക്ക് പ്രസന്റ്, ഇപ്പൊ നമ്മൾ ഇവരൊരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമാകുമ്പോ അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിവ് കിട്ടുന്നുണ്ട്, കുറെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, പുതിയ പുതിയ ഉൾക്കാഴ്ചകളും കഴിവുകളും ഒക്കെ അവർക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിലൂടെ അവർക്ക് പ്രസന്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അല്ലെങ്കിൽ ടാസ്കുകളായിക്കോട്ടെ, ഫ്യൂച്ചറിൽ അവർക്ക് ചെയ്യണം പോകുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടി വരാവുന്നതായിട്ടുള്ള ജോലികളായിക്കോട്ടെ അല്ലെങ്കിൽ ടാസ്കുകളായിക്കോട്ടെ, അതെല്ലാം വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ട് ഒരു കഴിവ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽസിനും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത്, ഈ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ അതിന്റെ ഒരു സഹായത്തോടു കൂടി അവിടെയുള്ള ഇൻഡിവിജ്വൽസിന് അവർക്ക് മതിയായിട്ടുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസും കിട്ടിയാൽ അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് അല്ലെങ്കിൽ പെരുമാറ്റത്തില് നല്ല നല്ല മാറ്റങ്ങൾ അല്ലെങ്കിൽ ബെറ്റർ ഇംപ്രൂവ്മെന്റ്സ് വരുത്താനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും മാനേജേഴ്സിന് ഒരു ഇൻസ്ട്രക്ഷൻ, ഫോർമൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ മാത്രം അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൂടെയുള്ള നിർദ്ദേശങ്ങൾ മാത്രം കിട്ടിയാൽ പോരാ, മറിച്ച് അവരുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ആക്ച്വൽ ജോബ് എന്താണോ അതിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസും കൂടി കിട്ടുമ്പോഴാണ് അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ ആണ് എപ്പോഴും അത് ഇവരുടെ കഴിവുകൾ മനസ്സിലാക്കേണ്ടതും അതിനനുസരിച്ച് ഇവർക്ക് നല്ലൊരു ട്രെയിനിങ് അല്ലെങ്കിൽ നല്ലൊരു ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്തണം. അതിന് വേണ്ടിയിട്ട് ആ മാനേജേഴ്സിന്റെ ആണെങ്കിലും അവരുടെ കഴിവുകളുള്ള സീനിയർ മാനേജേഴ്സിന്റെ ആണെങ്കിലും ഒക്കെ എക്സിക്യൂട്ടീവിന്റെ ഒക്കെ ആണെങ്കിലും അവരെ മെച്ചപ്പെടുത്തണം, അവരുടെ കഴിവുകൾ ഇംപ്രൂവ് ചെയ്യണം, അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം എന്ന് തിരിച്ചറിയേണ്ടതും ആ ഒരു ഓപ്പർച്യൂണിറ്റി നൽകേണ്ടതും ആ ഒരു ഓർഗനൈസേഷൻ ആണ്. എന്നാൽ ഇവിടെ രണ്ടു കൂട്ടരും ഒരുപോലെ പങ്കാളികൾ, ഓർഗനൈസേഷൻ ഇതൊരു അവസരം കൊടുക്കുന്നു, അതിൽ മറ്റുള്ള ആളുകൾ ഇൻഡിവിജ്വൽസ് പങ്കാളികളാകുന്നു. എന്നാൽ പോലും ഓർഗനൈസേഷനേക്കാൾ ഈക്വൽ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി മുന്നിൽ നിന്നുകൊണ്ട് എഫേർട്ട് എടുക്കേണ്ടത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ തന്നെയാണ്. അവർക്ക് സെൽഫായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് വേണം. സ്വന്തമായിട്ട് എനിക്ക് ഇത് പഠിച്ച് നന്നായിട്ട് ഇത് പെർഫോം ചെയ്യാൻ സാധിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എന്ന ഒരു സെൽഫ് ഡെവലപ്മെന്റും അതിനനുസരിച്ചുള്ള ഒരു എന്താണ് ഒരു താല്പര്യവും ഒരു ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോഗ്രാം മൊത്തത്തിൽ ആ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാം വളരെ മികച്ചതായിട്ട് ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി വരികയുള്ളൂ. വേഗം ഒന്ന് വായിച്ചു നോക്കി സെക്കൻഡ് പാരഗ്രാഫ്. ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് വണ്
The important assumption and concerns behind management development are as follows. ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ പിന്നില് അവർക്കുള്ള കുറച്ച് അസംഷൻസ്, കുറച്ച് എന്താണ് ആശയവിനിമയം, ഇപ്പൊ ഒരു കൺസേൺസ്, കുറച്ച് ആശങ്കകളാവാം, അനുമാനങ്ങളാവാം, അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനമായിട്ടും എന്തൊക്കെ അസംഷൻസ് ആൻഡ് കൺസേൺസ് ആണ് ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് പിന്നിലുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ്, സം പേഴ്സണൽ വേരിയബിൾസ് such as age, habit, level of motivation, stage of mind, etc. hinder the growth of an individual. അപ്പൊ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളിൽ പങ്കാളികളാവുന്ന ചില വ്യക്തികളുടെ അല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽസിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ചില പേഴ്സണൽ ആയിട്ടുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ ഘടകങ്ങളുണ്ട്. such as age, അല്ലെ? ചില ആളുകൾക്ക് ഒരു ഏജ് ഒരു ഘടകമാണ്, അല്ലെ? ഒരു തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. അതുപോലെ അവരുടെ ഹാബിറ്റ്, അവരുടെ ശീലങ്ങൾ, ആൻഡ് ലെവൽ ഓഫ് മോട്ടിവേഷൻ, അവരുടെ മോട്ടിവേഷൻ ലെവൽ എത്രത്തോളം ഉണ്ട്. അതുപോലെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, മാനസികാവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില പേഴ്സണൽ വേരിയബിൾസ് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. ഇതെല്ലാം ചിലപ്പോ ഒരു ഇൻഡിവിജ്വലിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തിയേക്കാം. അതാണ് ഒന്നാമത്തെ ഒരു ആശങ്ക. രണ്ടാമത്തത്, ഡ്രോപ്പ് ബാക്ക് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഡ്രോബാക്സ് അല്ലെങ്കിൽ എന്താണ് പോരായ്മകൾ എന്താണെന്ന് തിരിച്ചറിയുകയും ഫീഡ്ബാക്ക് ആൻഡ് കൗൺസിലിംഗ് ടു ജൂനിയർ കൊളീഗ്സ്, മെൻഷനിങ് ദ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് അപ്ലൈ സ്യൂട്ടബിൾ HRD ഇൻസ്ട്രുമെന്റ്സ് ടു ഓവർകം ദ ഡ്രോബാക്സ് ആർ എസെൻഷ്യലി റിക്വയർഡ്. അപ്പൊ രണ്ടാമത്തേൽ പറയുന്നത് ഡ്രോബാക്സ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് എന്നാണ്. അതായത് അവരുടെ പോരായ്മകൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ പോരായ്മകൾ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അവർക്ക് അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്കുകൾ ജൂനിയർ ആയിട്ടുള്ള സഹപ്രവർത്തകർക്ക് നൽകുക, കൗൺസിലിംഗുകൾ നൽകുക, മെൻഷനിങ് ദ ഷോർട്ട് കമ്മിങ്സ്, അവരുടെ പോരായ്മകൾ എന്താണെന്ന് പ്രത്യേകം പരാമർശിക്കുകയും അപ്ലൈ സ്യൂട്ടബിൾ HRD ഇൻസ്ട്രുമെന്റ്സ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് ടു ഓവർകം ദ ഡ്രോബാക്സ് ആർ എസെൻഷ്യലി റിക്വയർഡ്. ആ ഡ്രോബാക്സ് അല്ലെങ്കിൽ ആ ഒരു പോരായ്മകള് ഓവർകം ചെയ്യാൻ ആവശ്യമായ HRD ഇൻസ്ട്രുമെന്റ്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. HRD ഇൻസ്ട്രുമെന്റ്സ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ്. അതായത് ഇപ്പോ അവരുടെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യുന്നതിന് വേറെ ക്വസ്റ്റ്യൻസ് വഴി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സൈക്കോളജിക്കൽ ടെസ്റ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റുകളിലൊക്കെ അവരുടെ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഓവർകം ചെയ്യാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട ഉന്നത അധികാരികളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. മൂന്നാമത്തത്, ഇൻ അഡീഷൻ ടു ദ മെത്തഡോളജി ഓഫ് അച്ചീവ്മെന്റ് there must be specific objectives and goals required to be achieved. ഒരു മെത്തഡോളജി ഓഫ് അച്ചീവ്മെന്റ്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന്റെ മെത്തഡോളജി അല്ലെങ്കിൽ രീതികളുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ഗോൾസും റിക്വയർഡ് ടു അച്ചീവ്ഡ്. ആദ്യം സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളും ഗോളുകളും ഒക്കെ സെറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് പതിയെ പതിയെ പുതിയ മെത്തേഡുകൾ അല്ലെങ്കിൽ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഗോളും അതുപോലെ ഒബ്ജക്റ്റീവും ഒക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ഒരു വ്യക്തിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ചില പേഴ്സണൽ വേരിയബിൾസ് ആണ് ഏജ്, ഹാബിറ്റ്, ലെവൽ ഓഫ് മോട്ടിവേഷൻ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇതെല്ലാം ഏതെങ്കിലും പേഴ്സണൽ വേരിയബിൾസ് ചിലപ്പോ ഒരു വ്യക്തിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയേക്കാം. രണ്ടാമത്തെ കാര്യം, ഡ്രോബാക്സ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ്. അപ്പൊ ഓരോ സെക്ഷന്റെയും ഡ്രോബാക്സ് എന്താണെന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് ഫീഡ്ബാക്കുകളിലൂടെ ആൻഡ് കൗൺസിലിംഗിലൂടെ ജൂനിയർ കൊളീഗ്സിന് എന്ത് ചെയ്യുക, അവരുടെ പോരായ്മകൾ എന്താണെന്ന് പ്രത്യേകം പരാമർശിച്ചു കൊടുക്കുകയും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുകയും അതിനനുസരിച്ച് ഡ്രോബാക്ക് എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് പോരായ്മകൾ അത് മനസ്സിലാക്കുകയും അത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. മൂന്നാമത് പറഞ്ഞത്, ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു നമ്മൾ സ്പെസിഫിക് ആയിട്ട് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സോ ഗോൾസോ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ആ 3 ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.